പക്ഷെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഇപ്പോൾ കളിയാക്കി പറയല്ലോ ഡോറിൽ മുട്ടുക എന്ന് പറയുന്നത്, അതും 12 മണിക്ക് 1 മണിക്കൊക്കെയാണ് ഈ ചെയ്യുന്നത്. ഞങ്ങൾ ആളിനെ കണ്ടു. പക്ഷേ ഇദ്ദേഹം ഈ പറയുന്ന ആക്ടർ പകൽ സമയത്തെല്ലാം വളരെ ഞങ്ങളുടെ ഫ്രണ്ട്ലിയാണ്. ആരാണെന്ന് കണ്ടു. ഞങ്ങളത് ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും പറഞ്ഞു. പിന്നെ ഒരു കുറേ കാലത്തേക്ക് എനിക്ക് മൂവിയൊന്നുമില്ല. ചൈന ടൗൺ എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റ് എന്തുവാണ് പറഞ്ഞേക്കുന്നത് ഹൈദരാബാദിലേക്ക്. ഞങ്ങൾ എയർപോർട്ടിലെത്തി. അവിടെ ഈ ആക്ടറിനെ ഞങ്ങൾ കണ്ടു. ആദ്യത്തെ ദിവസം അവർ പറഞ്ഞു അയ്യോ ഇന്ന് ഷൂട്ടില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം റൂമിൽ ഞാനും അമ്മയായിരുന്നു. പ്രൊഡ്യൂസർ ആൻ്റണി പെരുമാറായിരുന്നു. നിനക്കും ആ ആർട്ടിസ്റ്റിനും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു. നിന്നെ കണ്ട നേരം മുതൽ അദ്ദേഹം സെറ്റിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ അഭിനയിപ്പിക്കരുത്, അവൾ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് തിയേറ്ററിൽ കൂവുമെന്ന്. ലാൽ സാർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് എന്നെ ആ സിനിമയിൽ അഭിനയിപ്പിച്ചത്. അപ്പം ഇതാണ് ഇത് നിങ്ങൾ തന്നാലേ ഞങ്ങൾ ഇതിന് പകരം തരുമെന്ന് പറയണതിന് ഇപ്പോൾ എനിക്ക് വേണ്ട. ആ പറയുന്ന വ്യക്തിയിൽ നിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഓൾറെഡി അയാൾ എക്സ്പോസ്ഡ് ആയി. ഇനി പുറത്തേക്ക് ഇത് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് സ്ത്രീകൾ രക്ഷപ്പെട്ടേനെ. ഇപ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവസരം തരാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു. 16 തവണ പീഡിപ്പിച്ചെന്നും 15 തവണ പീഡിപ്പിച്ചെന്നും ഒക്കെ ഉണ്ട്. സമ്മതം ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേൽ തന്നെ നമുക്ക് നിർത്താം. അപ്പോൾ ഈ പേരുകൾ ഇപ്പോൾ പറഞ്ഞേക്കും. ചില ആളുകളുണ്ടാവും, എന്താ പറയുക, ഒരു ആണും പെണ്ണും ഉള്ള സ്ഥലത്ത് ലവ് ലാസ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ പറയേണ്ടത് എനിക്ക് പറ്റൂല, അത് പറഞ്ഞാൽ മതി. എനിക്ക് വയ്യ, ഇത് പറയാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ആ ഒരു ആർട്ടിസ്റ്റ് അത് ഈ വന്ന് എന്താ പറയുക, അതെന്ത് മനോരോഗമാണെന്ന് എനിക്കറിയാം. തട്ടിയിട്ട് ഓടുന്ന ഒരു പരിപാടി. നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി നല്ല പാര വയ്ക്കാൻ പറയും. നമ്മൾ മൂവിയിൽ വെക്കരുതെന്ന് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. കാര്യം അതിന് രാവിലെ അല്ലേ എന്നോട് ഹായ് മോളെ എന്തൊക്കെയുണ്ട് വിശേഷം, നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ, നീ നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചൊക്കെ വിട്ട ആളാണ് നമുക്ക് ഭാര്യം വെച്ചത്. കട്ടയ്ക്ക് കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച് കുറേ അധികം സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആ സമയത്ത് കട്ടയ്ക്കാരും നിന്നില്ല. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് നിരവധി ചാനൽ പ്രോഗ്രാം എല്ലാം ചെയ്ത് ഗുരു എന്ന സിനിമയിലൂടെ ഒരു ബാലതാരമായി സിനിമയിലേക്ക് വന്ന് വലുതും ചെറുതുമായിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളിലൂടെ നമുക്കിടയിലേക്ക് എത്തി. പെട്ടെന്ന് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലൈഫിലൊരു വലിയൊരു പ്രതിസന്ധിയിൽ പെട്ടുപോയി. പക്ഷേ എല്ലാം നിന്നു എന്ന് വിചാരിക്കുന്ന ആ സ്റ്റേജിൽ നിന്ന് വീണ്ടും ഒന്നീന്ന് തുടങ്ങിയിട്ട് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഡോക്ടർ ശിവാനിയായിട്ടാണ്. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. എന്താണ് വിശേഷമൊക്കെ? സുഖമായിരിക്കുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കാരണം ശിവാനിയുടെ നമ്മളിങ്ങനെ ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുമായിരുന്നു, ന്യൂസുകൾ കേൾക്കുമായിരുന്നു. പക്ഷേ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളിപ്പോൾ പഴയതിനെക്കാട്ടും എനർജിയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. വലിയൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ടെലിവിഷൻ മേഖലയിലേക്കൊക്കെ വരാൻ കാരണം എവിടെ നിന്നാണ് ഈ ഒരു സപ്പോർട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഒരു ആഗ്രഹം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്? ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്താണ് ഗുരു എന്ന് പറഞ്ഞ മൂവി ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഈ എന്താ പറയുക, നമുക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ അഭിനയിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഗുരു സിനിമ ചെയ്തു. പക്ഷേ സിനിമയിൽ എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഇതിനിടയിൽ എല്ലാവർക്കും ഒരേപോലത്തെ യൂണിഫോം പോലത്തെ ഉടുപ്പും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിനിടയിൽ നിന്ന് എന്നെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരുന്നു. പിന്നെ അങ്ങോട്ട് അതിലേക്ക് വരാൻ തോന്നിയില്ല. പിന്നെ ഞാൻ പഠിത്തത്തിലേക്കായി, എൻജിനീയറിങ്ങിനായിരുന്നു. ഒരുപാട് സപ്ലി ഒക്കെ വന്ന സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് സപ്ലി എഴുതാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഗുരുവിൽ എന്താ പറയുക, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വന്ന സർഗോ വിജയരാജ് സൂര്യ ടിവിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സർഗോ ചേട്ടനാണ് സർഗോ ചേട്ടൻ്റെ പ്രോഗ്രാം അല്ല, വേറൊരു ചേട്ടൻ്റെ പ്രോഗ്രാം. അപ്പോൾ അതിലേക്ക് എന്നെ ഡയറക്റ്റ് അദ്ദേഹമാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഗുരു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ഒരു സിനിമ ഏതാണ് നല്ലൊരു ക്യാരക്ടർ ചെയ്ത്? അണ്ണൻ തമ്പിയൊക്കെ വരുന്നതിന്റെയും ഇതിന്റെ ഒരു ഇൻ ബിറ്റ്വീൻ ഏതൊക്കെയായിരുന്നു? ഗുരു കഴിഞ്ഞതിന് ശേഷം അണ്ണൻ തമ്പി തന്നെയാണ്. അണ്ണൻ തമ്പിയാണ് അടുത്ത് വന്നത്. നല്ലൊരു ഗ്യാപ്പ് ആയില്ലേ അപ്പോൾ? പിന്നെ ഒരുപാട്. പക്ഷെ അങ്ങനെ ഒരു സിനിമയിലേക്ക് പിന്നെ എന്ന് പറഞ്ഞൊരു ചിന്ത വന്നിട്ടില്ല. അതിനിടയിൽ ഞാൻ സീരിയൽസ് ചെയ്യുന്നുണ്ടായിരുന്നു, കരളി ടി വിയിലൊക്കെ സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സിനിമ എന്ന് പറഞ്ഞൊരു മൈൻഡ് എനിക്ക് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ അമൃത ടി വിയിൽ സൂര്യ ഒരു സമയമായപ്പോഴത്തെ ഞാൻ പ്രോഗ്രാം തീർന്നു. പിന്നെ അമൃതയിൽ ആങ്കർ ആയിരുന്ന സമയത്ത് അണ്ണൻ തമ്പിയിലേക്ക് എന്നെ വിളിക്കുകയാണ്, അനിയത്തി ക്യാരക്ടറിനെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ ആ സെറ്റിലേക്ക് എനിക്കൊന്ന് 3 days or 4 days എന്തോ ആയിരുന്നു വർക്ക്.
ഓക്കെ. അവിടെ നിന്ന് നേരെ ബുള്ളറ്റ് എന്ന് പറഞ്ഞ മൂവി ചെയ്യുന്നു സുരേഷ് ഗോപി ചേട്ടൻ്റെ. ബുള്ളറ്റിന്റെ ഷൂട്ടൊക്കെ എവിടെ? എറണാകുളത്തും അല്ല, പാലക്കാട്. എന്താ പറയാ, ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ 2 സ്ഥലങ്ങളിലായിരുന്നു. ഓക്കെ. സിനിമ ഒരു സൈഡിൽ, സീരിയൽ ഒരു സൈഡിൽ, മോഡലിംഗ് ചെയ്തിട്ടില്ലേ? മോഡലിംഗ് അത്യാവശ്യം മോഡലിംഗ് എനിക്ക് തോന്നുന്നു ഏതൊരു ഫസ്റ്റ് ക്യാമറയുടെ മുമ്പിൽ തന്നെ ഏതൊരു പരസ്യത്തിൻ്റെ അറ്റ്ലസിന്റെ പരസ്യത്തിൽ. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ആ അറ്റ്ലസിന്റെ പരസ്യത്തിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലുണ്ടായിരുന്നോ ഇന്ന് നിൽക്കുന്ന ഈ ഒരു പ്രൊഫൈലിലേക്ക് ഞാൻ എന്തെങ്കിലും എത്തണമെന്നോ അല്ലെങ്കിൽ എത്തുന്ന ഒരു ചിന്തയുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇപ്പൊ നമ്മൾ പൊളിറ്റിക്സിലാണ്, പൊളിറ്റിക്സ് ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്സിലാണെന്ന് പറഞ്ഞ് വെറുതെ ചെറുതാക്കി പറയണമെന്നല്ല, പൊളിറ്റിക്സിൽ എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞേ. സമാജ്വാദി പാർട്ടിയുടെ കൾച്ചറലിന്റെ ജനറൽ സെക്രട്ടറിയാണ്. നാഷണൽ ജനറൽ സെക്രട്ടറി. നമ്മുടെ മുമ്പിലിരിക്കുന്നത് സിമ്പിളായിട്ട് ചെറിയ രാഷ്ട്രീയമൊക്കെ ഇട്ടത്. രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് എത്താട്ടോ. അപ്പോൾ ഇത്രയും സിനിമകൾ ഇതെല്ലാം നമ്മൾ ചെയ്തു. ലാസ്റ്റ് ചെയ്ത് നിർത്തിയത് ഏത് സിനിമയാണ്? DNA ലാണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തേക്കുന്നത്. ടി എസ് സുരേഷ് ബാബു അദ്ദേഹത്തിന്റെ സീരിയലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എനിക്കൊരു 19-18 വയസ്സുള്ള സമയത്ത് ഏഷ്യാനെറ്റിൽ വന്ന് വിക്രമാദിത്യൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെന്നൈയിൽ ഷൂട്ട് വന്നപ്പോൾ അദ്ദേഹം ഓർത്തു എന്നെ വിളിച്ചു. പിന്നെ DNA പിന്നെ അതുപോലെ തമിഴ് മൂവീസ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ഷെൽവയുടെ സിനിമയിൽ ഹീറോയിനായിരുന്നു. ഏതാണ് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയത്? ഏത് ലാംഗ്വേജ് ആണ്? അല്ലെങ്കിൽ എല്ലാം ഒരേപോലെയാണോ? എല്ലാം ഒരുപോലെയാണ്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ തമിഴും മലയാളം ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡസ്ട്രീസ്? ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് നോർമലാണ്. ഇവിടെയും നല്ല ഫെസിലിറ്റി ഉണ്ട്, അവിടെയുണ്ട്. ആക്ടിങ്ങിലാണെങ്കിലും സപ്പോർട്ട് ആണെങ്കിലും എല്ലാം ഈക്വൽ. ഓക്കെ. ഇനിയൊരു തമിഴിലേക്ക് ഇനി പോവുകയാണെങ്കിൽ ആരുടെയെങ്കിലും കൂടെ ഇന്ന ആളുടെ കൂടെ എനിക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം എന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടറുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ടോ ഇപ്പോൾ? അങ്ങനെയൊന്നുമില്ല. ഞാൻ കംഫർട്ടായിരിക്കണം. ഏതൊരു സെറ്റിലും ഞാൻ കംഫർട്ടായിരിക്കണം. അതാണ് എനിക്ക് എപ്പോഴും പ്രയോറിറ്റി. ഓക്കെ. വലുതെന്നില്ല ചെറുതെന്നില്ല, അങ്ങനെയൊന്നുമില്ല. ഇത് ഓടൂല അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. കാര്യം സിനിമ വരുന്നതേ വല്ലപ്പോഴും കൂടിയാണ്. അപ്പോൾ ആ വരുന്നത് ഞാൻ ഫസ്റ്റ് തിരക്കുന്നത് ഓക്കെ നമ്മൾ അവിടെ കംഫർട്ടബിൾ ആയിരിക്കുമോ, നമ്മുടെ അടുത്ത് സേഫ് ആയിരിക്കുമോ, ഇതൊക്കെ ആയിരിക്കും ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത്. ഈ പറയുന്ന പോലെ ഈ സിനിമയിൽ നിന്ന് ഒരു ടൈം കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിലേക്ക്. പക്ഷേ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കക്ഷി രാഷ്ട്രീയം, ഇങ്ങനെ ചെറുതായിട്ടല്ല വന്നേക്കുന്നത്, നാഷണൽ ലെവലിലേക്ക് വരെ എത്തിപ്പെടാവുന്ന രീതിയിലുള്ള ഒരു മാറ്റമായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ്? നാഷണൽ ലെവലിലാണ്, നാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ട് എത്തിയേക്കുക. അപ്പോൾ അതൊരു ചെറിയ മാറ്റമല്ല. അപ്പോൾ ഇത്രയും നാളുണ്ടായിരുന്ന ആക്ടർ ശിവാനി അല്ലെങ്കിൽ മോഡൽ ശിവാനി, അവിടുന്ന് എല്ലാവരുടെയും ചിന്തയൊക്കെ അപ്പുറത്തേക്കാണ് ഒരു ഒറ്റയടിക്കൊരു മാറ്റം വന്നത്. എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്? ക്യാൻസർ വരുന്നതിന് മുന്നേ, ലൈക്ക് 2021 മുന്നേ ഈ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അവർ കേരളത്തിൽ അതിൻ്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്താ ഹസ്ബൻഡ് അങ്ങനെ സമ്മതിച്ചില്ല. കാര്യം അദ്ദേഹം വേറൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കിതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ക്യാൻസർ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ചു, ശരി ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരാൾക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കുന്നതായിരിക്കും ബെസ്റ്റ്. കാര്യം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാൾക്ക് നമ്മളൊരു എന്താ പറയുക, ഒരു നേരത്തെ ഭക്ഷണമോ ഒരു കുറച്ച് പൈസയോ കൊടുക്കുന്നതിൽ ഒരു കാര്യമില്ല. അതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പെർമനൻറ്റ് സൊല്യൂഷനാണ്. സോ ഞാൻ അതിലേക്കാണ് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഈ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു, നമുക്കൊരു ഓർമ്മിപ്പിക്കാൻ എനിക്കും ഇഷ്ടമല്ല, ഓർക്കാൻ ശിവാനിക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയാണ് വയ്യാതിരുന്നൊരു സമയം, ഒരു ക്യാൻസർ ബാധിച്ചൊരു ടൈം. പക്ഷേ ആ ടൈമിൽ ഹോസ്പിറ്റലിൽ വെച്ച് കൂടെ അല്ലെങ്കിൽ കണ്ട ഒരു കാഴ്ച, ഒരു അമ്മയെ മക്കൾ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഇതൊക്കെ ശരിക്കും ഇങ്ങനെയല്ല വേണ്ടത്. സിസ്റ്റം മാറണം, അതിന് എനിക്കൊരു പവർ വേണം. ആ ഒരു ചിന്തയും രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള പ്രേരണ കൂട്ടിയിട്ടുണ്ടല്ലേ? ഡെഫിനറ്റ്ലി. കാര്യം ഞാൻ അമ്മയെ കാണുന്ന സമയത്ത് ഞാൻ 3rd സ്റ്റേജിൽ ആയിരുന്നു എൻ്റെ ക്യാൻസർ കണ്ടുപിടിച്ചത്. പക്ഷേ ഒരു സഡൻ ആയിട്ട് എനിക്കൊരു പെയിൻ വരുന്നു, അപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി കാണിക്കുന്നത്. അപ്പോഴത്തേക്കും 3rd സ്റ്റേജ് ആയിപ്പോയി. പക്ഷെ ഞാൻ ആ അമ്മയെ കാണുമ്പോഴത്തേക്കും നമ്മൾ ആ മുഖത്ത് ഉള്ള ഒരു ദയനീയത കാണുമായിരുന്നു. കാര്യം മക്കൾ ചുറ്റും നിൽപ്പുണ്ട്. ഞാനൊരു 10 വയ്ക്കാം, നീ ഒരു 10 ഇട്, അല്ലെങ്കിൽ ഞാനൊരു 20 വയ്ക്കാം. ഇതേ കണക്ക് മറ്റേ എന്താ പറയുക, പൈസ കൂട്ടി ഇട്ടിട്ടാണ് ഇവർ. എന്നുവെച്ചാൽ റിച്ചായിട്ടുള്ള മക്കളാണ്. അപ്പോൾ ഈ അമ്മ ഏകദേശം മക്കളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ട് 4 കൊല്ലത്തോളം പറയാണ്ട് വെച്ചിരുന്നു. സഹിക്കാൻ വയ്യാത്തൊരു പെയിൻ വന്ന സമയത്താണ് അമ്മ തുറന്നു പറയുന്നത്, എനിക്ക് വയ്യ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അതുവരെയും പറഞ്ഞിട്ടില്ല. സോ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ BPL ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്.
അമ്മ അത്യാവശ്യം റിച്ചായിട്ടുള്ള മക്കളുടെ അമ്മയാണ്. പക്ഷെ നമുക്കറിയില്ലല്ലോ ഓരോരുത്തരുടെ സ്ഥിതി എന്താണെന്ന് അറിയില്ലല്ലോ. മക്കളെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയിട്ട് ഹോസ്പിറ്റലിൽ പോകാതെ മിണ്ടാതിരിക്കുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്താ പറയുക, നമുക്കൊരു പോളിസിയിൽ ചേഞ്ചുകൾ വരണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മൾ ക്രിക്കറ്റിൽ നിന്നിട്ടോ അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ് നടന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. സോ അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്ത ഒരു മേഖലയാണ് രാഷ്ട്രീയം. ഓക്കെ, ഇപ്പം അതിലേക്ക് വന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ? അഖിലേഷ് യാദവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നേതാവ്, അദ്ദേഹം വളരെ നല്ല ഒരു മനുഷ്യനാണ്. കാര്യം എന്താ പറയുക, അദ്ദേഹത്തിന് അറിയാം എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു നല്ല ധാരണയുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കും നല്ലൊരു ധാരണയുണ്ട്. ഇവിടുത്തെ കേരള പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ സജി പോത്തൻ, അദ്ദേഹമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. സോ ഇവർക്ക് മുന്നോട്ട് ഒരു നല്ലൊരു എന്താ പറയുക, ഒരു വിഷൻ ഉണ്ട്, എന്ത് ചെയ്യണമെന്നുള്ളൊരു നല്ലൊരു വിഷൻ ഉണ്ട്. ഇപ്പൊ പറയാൻ പറ്റില്ല, പക്ഷേ മുന്നോട്ട് ഭാവി ഇനിയിപ്പോ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് അനുഭവങ്ങളും ഇതെല്ലാം ലൈഫിൽ കിട്ടിയിട്ടുള്ള ഒരാളാണ്. നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും എല്ലാം അതിജീവിച്ച് വന്നിട്ടുള്ളതാണ്. അതിന് ഒരു കാര്യം ചോദിക്കട്ടെ, കഴുത്തിൽ ഈ മാലയൊക്കെ എന്താണ്, എന്തൊരു പ്രത്യേകത, എന്താ മാലയുടെ പ്രത്യേകത എന്താ? സ്വാമിയുടെ മാലയാണ്. എനിക്ക് ഈ ഡ്രസ്സുമായിട്ട് മാച്ച് അല്ലാത്ത രീതിയിൽ ഒരു മാലയായിട്ട് തോന്നിയായിരുന്നു. അതുകൊണ്ട് ചോദിച്ചതാണ്. ഓക്കെ, എന്ത് നമ്മുടെ മേത്തിടുന്നത് നമ്മുടെ ഇഷ്ടമാണ്. എന്നാലും ചുമ്മാ ഒരു ക്യൂരിയോസിറ്റി ചോദിച്ചാൽ ഇത് അപ്പോൾ ഭക്തിമാർഗം എല്ലാം ഒരു സൈഡിലുണ്ട്. അത് അസുഖം വന്നതിന് ശേഷമാണ് കൂടിയത്, കുറച്ച് ഓവറായി പോയത് ആ സമയത്താണ്. ഓക്കെ, എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ നമ്മളെ രക്ഷിക്കാൻ ദൈവങ്ങളും കൂടി സഹായിക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. താൻ ബാധ്യ ദൈവം ബാധ്യ എന്നല്ലേ. നമ്മൾ ചെയ്യാനുള്ളത്, ഞാൻ ചെയ്യാനുള്ളത് എൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മനസ്സിലിപ്പോൾ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ, ശരി, ഞാൻ എൻ്റെ കുടുംബം എൻ്റെ കാര്യം സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ ഒരു സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കണ്ടു, ഒരുപാട് ആൾക്കാരുടെ അവസ്ഥ കണ്ടു. സോ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം ഡെഫിനറ്റ്ലി. ഒരു എന്താ പറയുക, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ. അതാണ് ഇപ്പം എൻ്റെ മൈൻഡിലുള്ളത്. ഈ ശരിക്കും ഈ ഒരു അസുഖം ബാധിച്ച ടൈമിൽ ആരൊക്കെയാണ് കട്ടയ്ക്ക് കൂടെ നിന്ന്? എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച് കുറേ അധികം സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആ സമയത്ത് കട്ടയ്ക്ക് ആരും നിന്നില്ല. കട്ടയ്ക്ക് വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ, ആരും കാണത്തില്ല. നമ്മൾ ഒരുപാട് സഹായം ചെയ്തു കൊടുത്ത ആൾക്കാരും നമ്മൾ ഓക്കെ ഇവരെല്ലാം മരിക്കുന്ന സമയത്ത് നമ്മുടെ ഒപ്പം കൂടെ മരിക്കുമെന്നൊക്കെ കരുതുന്ന നമ്മളെ സുഹൃത്തുക്കളുണ്ടല്ലോ, ആരും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പേരുണ്ടായിരുന്നു. അവരിപ്പോഴും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. പ്രതീക്ഷിക്കാത്തൊരു ഹെൽപ്പ് ആരെങ്കിലും കയ്യിൽ തോന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ബാക്കി നമ്മുടെ സർക്കിളിലുള്ളവരൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഓക്കെ, അതിൽ നിന്നെല്ലാം തിരിച്ചു വന്നു. നമ്മളെന്തായാലും പഴയ ശിവാനിനെക്കാട്ടി വലിയൊരു ശിവാനിയായിട്ട് ഇപ്പോൾ വന്നേക്കുന്നത്. വളരെ നല്ലൊരു അടിപൊളി ശിവാനിയായിട്ട് തിരിച്ചു വന്നത്. ആ ഒരു തിരിച്ചറിവ്, ആ ഒരു തിരിച്ചു വരവാണ് നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. പലർക്കും അറിയില്ല, ഞാൻ വളരെ സൈലന്റ് ആയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചുരുക്കം പേർക്കേ അറിയുള്ളൂ. ഒരുപാട് ബിരുദങ്ങളൊക്കെ നേടിയില്ലേ? അതൊക്കെ എന്താ, അതൊക്കെ ഇതിൻ്റെ പെട്ടെന്നുള്ള ഒരു തിരിച്ചറിവിലാണോ ഇങ്ങനെയെല്ലാം ഉണ്ടായത്? അയ്യോ, അല്ലല്ല. കാര്യം ഞാൻ കണ്ണീരിന് മധുരം എന്ന് പറഞ്ഞൊരു മൂവി 2010 ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. രഘുനാഥ് പലേരി സാറായിരുന്നു എൻ്റെ ഡയറക്ടർ. എൻ്റെ കൊച്ചമ്മൻ നമ്പ്യാതിരി ക്യാമറ ചെയ്യുന്നത്. എൻ്റെ അനിയൻ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ഒരുപാട് പേരെ എനിക്ക് അറിയാവുന്ന ആളുകളായിരുന്നു. സിദ്ധു പനക്കൽ എന്ന് പറഞ്ഞ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ, അദ്ദേഹമാണ്. സിദ്ധു പനക്കലിൻ്റെ ഒരു 3 പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഞാൻ ആ പടം ചെയ്യുന്ന സമയത്ത് പലേരി സാർ എന്നോട് ഇംഗ്ലീഷിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എവിടെയോ നമ്മളൊരു യായോ എന്തോ ഇട്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഫുൾ ഇംഗ്ലീഷായി. സെറ്റിൽ നമുക്ക് സീൻ പറഞ്ഞിരുന്നതും എല്ലാം എൻ്റെ അടുത്ത് മാത്രം ഇംഗ്ലീഷ്, ബാക്കിയുള്ള അടുത്ത് മലയാളം സംസാരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എല്ലാവരുടെയും ഫ്രണ്ട് വെച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ പഠിച്ചത് എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എൻജിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഉള്ളി, നീ ഡിഗ്രി എടുത്തില്ല, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല? ഞാൻ പറഞ്ഞു, ഇല്ല. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതാണോ സിനിമയെന്നും പറഞ്ഞു വന്നത്? ആദ്യം അത് പോയി കംപ്ലീറ്റ് ചെയ്തിട്ട് വാ. അപ്പോൾ ഇതെൻ്റെ അമ്മയ്ക്ക് കേട്ടിട്ട് അമ്മയ്ക്കൊരു വിഷമമായി. എന്നെ എഗെയിൻ പഠിക്കാൻ ചേർത്തു. സോ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ MBA ചെയ്തു, MA ജേർണലിസം ചെയ്തു. അസുഖമായിരുന്ന സമയത്ത് എനിക്ക് TV-യോട് വലിയ താല്പര്യം തോന്നിയില്ല. ഞാൻ മുന്നേ എന്ന് വെച്ചാൽ ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. എനിക്ക് ആ സമയത്ത് എന്തോ TV-യോട് ഭയങ്കര വെറുപ്പായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ആ സമയം പോകണ്ടേ, അപ്പോൾ എന്തെങ്കിലും വായിക്കണം. ഞാൻ നേരെ കോളേജ് ചെന്നിട്ട് എനിക്ക് അഡ്മിഷൻ ചോദിച്ചു MA ഇംഗ്ലീഷിന്. അപ്പോൾ ഒരുപാട്
നല്ല പോയംസ് പ്രോസ് എല്ലാം ഒരുപാടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അഡ്മിഷൻ ചോദിച്ചപ്പോൾ അവർ ഫസ്റ്റ് എൻ്റെ ഞാൻ മുടിയൊന്നുമില്ല, കീമോ ഒക്കെ ചെയ്തിട്ട് ഫുൾ മുടിയൊക്കെ പോയി, പുരുകമൊന്നുമില്ല, ആ കോലത്തിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചത് പൈസ കളയണോ? ഞാൻ പറഞ്ഞു ഞാനിതിൻ്റെ എക്സാം എഴുതാൻ വരും, എന്ത് കളയാനാണ്, ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, ഞാൻ ഇതിനകത്തുനിന്ന് കയറി വരും, പൈസയൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞു അഡ്മിഷൻ. പക്ഷെ അങ്ങനെയാണ് ചോദിച്ചത്. പക്ഷേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം അവരും വേറെ അർത്ഥത്തിൽ ചോദിച്ചതല്ല. കാര്യം എല്ലാവരുടെയും ട്രീറ്റ്മെൻറ്റ് സമയത്തൊക്കെ പൈസ ആവശ്യമാണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ചോദിച്ചത്. പെട്ടെന്ന് അവരുടെ വായിൽ നിന്ന് വന്നതാണ്. പക്ഷെ അതെന്നെ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. എനിക്ക് അഡ്മിഷൻ വേണം, ഞാൻ എലിജിബിളാണ്, എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് എനിക്കൊന്ന് റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതാൻ പോയി. ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 3 മാസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ഡോക്ടറേറ്റ് ചെയ്തു. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നത് അല്ലേ? ഓക്കെ, എന്തായാലും അടിപൊളി, വളരെ നല്ല രീതിയിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നമുക്ക് നേടാനുണ്ട്. കാരണം ലക്ഷ്യത്തിലേക്ക് ഇനിയും ഒരുപാട് ഡ്രീമും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആയിട്ടില്ല, പക്ഷെ ഇനിയും എത്താനുണ്ട്. അപ്പോൾ എന്തായാലും എത്തും, തീർച്ചയായിട്ടും എത്തും. പിന്നെ ഇപ്പോൾ കല്യാണം ആഫ്റ്റർ മാരേജ് ലൈഫിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് പ്ലെയർ, IPL ഒക്കെ കളിച്ച ഒരു ക്രിക്കറ്റ് പ്ലെയറാണ്. എന്താണ് ആ ഒരു സ്റ്റോറിനെ കുറിച്ച് പറയാനുള്ളത്? 2011 കല്യാണം കഴിക്കുന്നത്. ഇപ്പോൾ 2014 അപ്പോൾ എനിക്കൊരു മോനുണ്ട്, 11 വയസ്സായി. ഞങ്ങൾ സന്തോഷമായി ചെന്നൈയിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. ഈ ക്രിക്കറ്റ് അസോസിയേഷനിലെ ചുമതലകൾ എന്തൊക്കെയാണ് ഇപ്പോൾ? എനിക്കോ? ഞാൻ ആക്ച്വലി ദിവ്യാങ് ക്രിക്കറ്റ് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് ഡിസേബിൾ പീപ്പിളിൻ്റെ ക്രിക്കറ്റ്, അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഇപ്പോൾ. ബ്രാൻഡ് അംബാസിഡറാണ്, വെരി നൈസ്. ഇന്ത്യൻ വീൽ ചെയർ ക്രിക്കറ്റ് ടീം. ഓക്കെ, അതിൻ്റെ ഇപ്പോൾ മാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് യാത്രകൾ, ട്രാവലുകൾ ഉറപ്പായിട്ടുണ്ടാവും. ഒരുപാട് രാജ്യങ്ങളുമായിട്ട് മാച്ച് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊക്കെ പോകുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ ബാക്ക് ടു സിനിമയിലേക്ക് ഇനി എങ്ങനെയാണ് അടുത്ത ലക്ഷ്യം എന്താണ്? അങ്ങനെ ബാക്ക് ടു സിനിമ എന്നല്ലേ, സിനിമ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്. ഇനി നമുക്ക് തിരിച്ചതിലേക്കൊരു സജീവമാവാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് തന്നെയാണ്? നമുക്ക് സമയത്തിനനുസരിച്ച് നമ്മുടെ ടൈമിനനുസരിച്ചും ഒക്കെ ഏതെങ്കിലും പ്രോജക്റ്റുകൾ വരുന്നുണ്ട് എനിക്ക്. ഇപ്പോഴാണ് വരുന്നത്, ഇതിന് മുന്നേ അധികം വന്നിട്ടില്ലായിരുന്നു. കുറേ പേർക്ക് അറിയില്ല നമ്മൾ എന്ത് ആരോഗ്യസ്ഥിതിയാണെന്ന് അറിയത്തില്ല, അപ്പോൾ വരുന്നില്ലായിരുന്നു. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെയും സമയമെല്ലാം അനുസരിച്ച് എന്തെങ്കിലും നല്ല പ്രോജക്റ്റ് വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ചെയ്യും എന്തായാലും. ഇപ്പോൾ ഒരു സൈഡ് പൊളിറ്റിക്സ് പരിപാടികളൊക്കെ ഉണ്ട്, ജനകീയമായിട്ട് കുറേ അറിവുകളുണ്ട്. പിന്നെ ശിവാനിയുടെ ഏറ്റവും വലിയൊരു കാര്യം പ്രതികരണശേഷി അസാധ്യമായിട്ടുണ്ട്. അത് നമുക്ക് ആരുന്നൊന്നുമില്ല, അത് നമ്മൾ എവിടെയും പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ്, സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ആളാണ്. ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇൻഡസ്ട്രിയാണ്, നമ്മുടെ എല്ലാവരുടെയും നമുക്ക് അഭിമാനത്തോടുകൂടി പറയാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ നമുക്ക് ഒരുപാട് ഇപ്പോൾ കുറച്ച് വിഷയങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മലയാളികളെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എന്തായാലും താങ്കളും ഒരുപാട് നാൾ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, പല ആർട്ടിസ്റ്റുകളുടെ കൂടെ എല്ലാം വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ഇതിൽ ആരോപിക്കപ്പെട്ട പലരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ആരോപിക്കപ്പെട്ടവരുടെ കൂടെ എല്ലാം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം അവരാരും നമ്മളോട് എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അത് എനിക്ക് പേഴ്സണലി പറയാം, എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. കാര്യം ഫസ്റ്റ് മൂവി അണ്ണൻ തമ്പി, അതിൽ ഡെഫിനറ്റ്ലി എന്താ പറയുക, അതിനകത്ത് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, ഒരാൾ പോലും എന്നോട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ കളിയാക്കി പറയല്ലോ ഡോറിൽ മുട്ടുക എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തമാശക്കാണോ കാര്യമായിട്ടാണോ ഈ തട്ടിയിട്ട് ഓടി പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ തട്ടും, അതും 12 മണിക്ക് 1 മണിക്കൊക്കെയാണ് ഈ ചെയ്യുന്നത്, തട്ടും ഓടിപ്പോകും. അപ്പോൾ എൻ്റെ റൂമിൽ എൻ്റെ അമ്മയുണ്ട്. അപ്പോൾ അമ്മ 2-3 പ്രാവശ്യം എന്താ പറയുക, ഇത് ആരാന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആളിനെ കണ്ടു. പക്ഷേ ഇദ്ദേഹം ഈ പറയുന്ന ആക്ടർ പകൽ സമയത്തെല്ലാം വളരെ ഞങ്ങളുടെ ഫ്രണ്ട്ലിയാണ്, വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ രാത്രി ആകുമ്പോഴത്തേക്കും പുള്ളിക്ക് മറ്റേ ബാധ കയറിയ പോലെയാണെന്ന് തോന്നുന്നു. കാര്യം തട്ടും ഓടും. അപ്പോൾ ഒരു പ്രാവശ്യം അമ്മ കണ്ടു, ആരാണെന്ന് കണ്ടു. ഞങ്ങളത് ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും പറഞ്ഞു. കാര്യം നമ്മളത് അവിടെ പറഞ്ഞു, ഞങ്ങൾ പ്രതികരിക്കണമെന്നുള്ളതാണ്. ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊന്ന് പ്രതികരിച്ചായിരുന്നു. പിന്നെ ഒരു കുറേ കാലത്തേക്ക് എനിക്ക് മൂവി ഒന്നുമില്ല, ഒന്നുമില്ല. ഇത് പ്രതികരിച്ചതിന് ശേഷമാണോ എന്താണെന്ന് അറിയാൻ വയ്യ. പടമൊന്നുമില്ലായിരുന്നു. ഒരു 1.5 കൊല്ലം ശേഷം സെയിം സിദ്ധു പനക്കൽ വിളിക്കുന്നു. ചൈന ടൗൺ എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഒരു
ചെറിയ ക്യാരക്ടറാണ്, ലൈക്ക് എന്താ പറയുക, ഒരു ക്യാമിയോ പോലെയൊക്കെയുള്ള അത്രേ ഉള്ളൂ, കാര്യം ഒരു 2-3 സീനേ ഉള്ളൂ. പക്ഷെ വന്നാൽ ഇന്ന് വൈകുന്നേരം ഷൂട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റ് എന്തുവാണ് പറഞ്ഞേക്കുന്നത് ഹൈദരാബാദിലേക്ക്. രാമോജി റാവുലാണ് ഷൂട്ട്. ഞാനും അമ്മയും ഞങ്ങൾ എയർപോർട്ടിലെത്തി. അവിടെ ഈ ആക്ടറിനെ ഞങ്ങൾ കണ്ടു. അതെ അതെ. നമ്മൾ പറയാനുള്ളത് അവിടെ കഴിഞ്ഞില്ലേ. നമ്മൾ ഈ എന്താ പറയുക, വൈരാഗ്യം സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ ഒരാളെ വഴക്ക് പറഞ്ഞാൽ തന്നെ ഞാൻ അടുത്ത സെക്കൻഡ് പോയി അവരുടെ അടുത്ത് നല്ല കാര്യമായിട്ട് സംസാരിക്കും. കാര്യം നമ്മൾ പറയാനുള്ളത് നമ്മൾ അപ്പം പറഞ്ഞു കഴിഞ്ഞു, സ്പോട്ടിൽ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ വൈരാഗ്യം സൂക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു, ഞാൻ സംസാരിച്ചു, ഞാൻ ഇന്ന പടമാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, എന്താ പറയുക, ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു അദ്ദേഹം അങ്ങ് മാറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ടെൻഷൻ അടിച്ച് ഈ ഫോണിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ ഹൈദരാബാദ് എത്തി. ആദ്യത്തെ ദിവസം അവർ പറഞ്ഞു അയ്യോ ഇന്ന് ഷൂട്ടില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം ചുമ്മാതിരുന്നു. രണ്ടാമത്തെ ദിവസം റൂമിൽ ഞാനും അമ്മയിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്തിന് ഫുഡ് വരുന്നുണ്ട്. ഓക്കെ, 3 നേരം ഫുഡ് വരുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് അതിനകത്ത് ഉള്ള ആരെങ്കിലും വന്ന് പറയും അയ്യോ ഇന്ന് നിങ്ങളുടെ കോമ്പിനേഷൻ ആർട്ടിസ്റ്റ് ഇല്ല, സോറി. ഒരു 3 ദിവസം കഴിഞ്ഞു. 4ാമത്തെ ദിവസം രാവിലെ പറഞ്ഞു ഇന്ന് ഷൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പോയി അഭിനയിച്ചു. വൈകുന്നേരം ആയപ്പോൾ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമാറായിരുന്നു. അപ്പോൾ ആൻ്റണി ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്കും ആ ആർട്ടിസ്റ്റിനും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, എനിക്കൊരു ഇഷ്യൂ ഇല്ല. എന്ത് ഇഷ്യൂ? ഞാൻ ഓർക്കുന്നില്ല, അതാണ് വാസ്തവം. അപ്പം പറഞ്ഞു അല്ല ഇന്ന പടത്തിനകത്ത് എന്തെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞു യെസ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു നിന്നെ കണ്ട നേരം മുതൽ അദ്ദേഹം സെറ്റിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അഭിനയിപ്പിക്കരുത്, അവൾ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ എന്തോ ട്രിവാൻഡ്രത്ത് തിയേറ്ററിൽ കൂവാൻ തക്ക രീതിയിൽ ഞാനൊരു സൂപ്പർ സ്റ്റാർ ഒന്നും ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ കൂവും, അതുകൊണ്ട് അഭിനയിപ്പിക്കരുത്. അതാണ് ഈ 3 ദിവസം ഇങ്ങനെ പോയത്. പുള്ളിയുടെ ആ ഒരു പ്രഷറിലാണ് ഈ 3 ദിവസം പോയത്. ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ എന്നെ ഇന്ന് അഭിനയിപ്പിച്ചത്, 3 ദിവസം ഇരുത്തിയതല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ലാൽ സാറ് പറഞ്ഞു ഒന്ന്, മോഹൻലാൽ പറഞ്ഞു ഒന്ന്, അതൊരു പെൺകുട്ടിയാണ്, നമ്മൾ അതിനെ ഇവിടെ വിളിച്ചുകൊണ്ട് വരുത്തി, അവളെ നമ്മൾ തിരിച്ചു വിടുന്നു, അവൾക്കുണ്ടാവുന്ന നാണക്കേട് അതൊന്ന്. പിന്നെ നമുക്കറിയില്ല അവരുടെയൊക്കെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് അറിയത്തില്ല. നമ്മളൊരു എമൗണ്ട് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് ആ എമൗണ്ടിൽ പല കാൽക്കുലേഷനും ഉണ്ടായിരിക്കും. ചിലപ്പോൾ എന്താ പറയുക EMI അടയ്ക്കാനുണ്ടായിരിക്കും, ഫീസ് അടയ്ക്കാനുണ്ടായിരിക്കും, പല കാൽക്കുലേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പൈസ കിട്ടില്ല എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഒരു വിഷമം, ആ ഒരു ശാപം നമുക്ക് കിട്ടാൻ പാടില്ലെന്ന് ലാൽ സാർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് എന്നെ ആ സിനിമയിൽ അഭിനയിപ്പിച്ചത്. പിന്നെ ഈ പറയുന്ന ഈ പ്രശ്നം ഉണ്ടാക്കിയ ഇദ്ദേഹത്തെ പിന്നെ ഇപ്പോൾ കാണാറുണ്ടോ? എവിടെയെങ്കിലും കണ്ടില്ല? അദ്ദേഹം ഇപ്പോൾ സിനിമയിൽ സജീവമാണോ? ഞാൻ പൊതുവേ ഈ 15 വർഷം 20 വർഷം കഴിഞ്ഞിട്ട് ഒരാളെ പറ്റി ഒരാളുടെ പേരെടുത്ത് പറയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അന്നത്തെ അയാളുടെ ഒരു മാനസികാവസ്ഥ ആവില്ല ഇന്ന്. ഓക്കെ, മേ ബി പല എന്താ പറയുക, അയാൾക്ക് വൈഫ് ഉണ്ടായിരിക്കാം, കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം, ചിലപ്പോൾ കൊച്ചുമക്കൾ വരെ ഉണ്ടായിരിക്കും. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. ഓക്കെ, നമ്മൾ അതുകൂടെ ഒന്ന് കണക്കിലെടുക്കണ്ടേ. കാര്യം വെച്ചാൽ ഒരാൾ ചെയ്യുന്ന തെറ്റിന് അയാളുടെ ഒരു കുടുംബം അടക്കമാണ് അഫക്റ്റഡ് ആവുന്നത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് അത് ഒരാളുടെ പേരെടുത്ത് പറയാൻ നന്നായിട്ട് പോകുന്നുണ്ട് എല്ലാവരും. ഇന്ന് പോലും എനിക്ക് അങ്ങനെ ആരോടും വൈരാഗ്യമൊന്നും. കാര്യം ഞാൻ പറയാനുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 10-50 പടം വന്നിട്ടാണ് ഞാനൊരു 5 പടം അതിനകത്തും ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ സൈഡും കൂടെ നോക്കി. പിന്നെ എന്താ പറയുക, ഒരു അനാവശ്യ ഫോൺ കോളുകൾ നമ്മൾ അങ്ങനെ വെച്ച് ചെയ്യാറില്ല. ഇപ്പം നമ്മളൊരു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാളടുത്ത് വിളിച്ചിട്ട് ചേട്ടാ എനിക്കൊരു വർക്ക് തരാവോ അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളെങ്ങോട്ട് വിളിച്ചോളും എന്നല്ല, നമുക്ക് തലയിലെഴുത്തുണ്ടെങ്കിൽ അത് വന്നോളും. പിന്നെ അതിന് വേണ്ടി അത്രയും ഞാൻ ഒരുപാട് എഫേർട്ട് ഞാൻ ഇട്ടിട്ടില്ല, അതാണ് വാസ്തവം, ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ആ മനുഷ്യൻ പല സ്ഥലങ്ങളിലും പാരവച്ച് എനിക്ക് ഒരുപാട് പടങ്ങൾ പോയിട്ടുണ്ട്. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഇൻഡസ്ട്രി മാത്രമല്ലല്ലോ ഉള്ളത്. ഒരു എന്താ പറയുക, സ്ത്രീകൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട്. അതിലേക്കും നമുക്ക് എന്താ പറയാ, ഇതില്ലെങ്കിൽ പോ, അത്ര തന്നെ. ഇപ്പൊ ഇതാണ്, ഇത് നിങ്ങൾ തന്നാലേ ഞങ്ങൾ ഇതിന് പകരം തരും എന്ന് പറയണതിന് പോ, എനിക്ക് വേണ്ട. ഇത് മാത്രമല്ല, ഒരുപാട് എന്താ പറയാ ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിനകത്തൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ക്രിക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇപ്പം നമ്മൾ പൊളിറ്റിക്സിലുണ്ട്, ഇത്രേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ശിവാനി നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നു. ഓക്കെ, ഈ പറയുന്ന വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം വരുമ്പോൾ നമ്മളൊരു പേര് പുറത്തേക്ക് പറയുമ്പോൾ ചുറ്റുമുള്ള ഒരുപാട് പേര് അത് ബാധിക്കും. ഒന്നും അറിയാത്ത ഇതിൽ പലരും വന്ന് പെട്ടുപോകുമെന്ന് പറയാം.
പക്ഷേ ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പലരും വന്നിട്ട് ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഒരു സ്ത്രീ ഒരു 10-15 പേരുടെ ലിസ്റ്റ് അടക്കം പുറത്തു വിട്ടിട്ടുണ്ട്. പ്രമുഖരായ പലരെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇപ്പോൾ ഒരു ധൈര്യം കിട്ടിയിട്ട് പറഞ്ഞതാവാൻ നല്ല കാര്യം ഇനി അങ്ങനെ ഒരു എന്താ പറയാ ആ പറയുന്ന വ്യക്തിയിൽ നിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഓൾറെഡി അയാൾ എക്സ്പോസ്ഡ് ആയി. ഇനി പുറത്തേക്ക് എന്താ പറയുക അയാൾക്ക് ഇനി ആദ്യം കളിയൊന്നും കളിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇപ്പം ഇങ്ങനെ ഒരു അവസരമുണ്ട്, സ്ത്രീകൾക്ക് മുന്നോട്ട് വന്ന് പറയാൻ കഴിയും. പറയാൻ പറ്റുന്നവർക്ക് പറയാൻ പറ്റും. പക്ഷേ എനിക്കൊരു പ്രശ്നം തോന്നിയെന്ന് വെച്ചാൽ മുൻപേ ഇത് പറഞ്ഞിരുന്നെങ്കിൽ, കാര്യം ഇവരുടെയൊക്കെ മോഡസ് ഓപ്പറാൻഡി എപ്പോഴും സെയിം ആയിരിക്കും. ഒരേ രീതിയിലായിരിക്കും പെൺകുട്ടികളെ അപ്രോച്ച് ചെയ്യുന്നതും അവരുടെ എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നതും. അപ്പോൾ ഇത് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് സ്ത്രീകൾ രക്ഷപ്പെട്ടേനെ. ഇപ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് 100% ആളുകൾ മോശമാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം മനുഷ്യരിൽ തന്നെ നല്ലതും മോശവും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി മൊത്തമായിട്ട് മോശമാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഞാനിപ്പോൾ 5 പടമാണ് അഭിനയിച്ചെങ്കിലും 5 പടത്തിൻ്റെയും ടെക്നീഷ്യൻസ് ആണെങ്കിലും കൂടെയുള്ളവരാണെങ്കിലും ഏറ്റവും നന്നായി ആ ഒരു വ്യക്തി ഒഴിച്ച് ഏറ്റവും നന്നായാണ് എല്ലാവരും പെരുമാറിയിട്ടുള്ളത്. ഇപ്പോൾ റിയാസ് ഖാൻ എന്ന് പറഞ്ഞ കാര്യം ഇദ്ദേഹത്തിനൊക്കെ നമുക്ക് ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്. കാര്യം ഇവർ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അത്രയും മലയാളം സംസാരിക്കാൻ അറിയാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിപ്പോ ഒരു പെൺകുട്ടി ഇപ്പോൾ റിയാസ് ഖാൻ മോശമായിട്ട് ഫോണിൽ കൂടി സംസാരിച്ചു എന്ന് പറയുന്നു. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞങ്ങൾ ഒരുപാട് വർഷമായി അദ്ദേഹത്തിനെ കാണുന്നതാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു രീതിയും പുള്ളി എങ്ങനെ സംസാരിക്കും എന്നുള്ളത് നമുക്ക് ഇത്രയും വർഷമായിട്ടുള്ള ആളുകൾക്ക് അറിയാം. പിന്നെ പുള്ളി ഒരു പക്ക ഫാമിലി മാനാണ്. പിന്നെ എന്താ പറയുക അദ്ദേഹത്തിന് ഉമ്മച്ചേച്ചിയും പിള്ളേരും തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലുത്. അപ്പം നമുക്ക് ഞാൻ കണ്ട റിയാസ് ഖാൻ അങ്ങനെയുള്ള റിയാസ് ഖാൻ അല്ല. പിന്നെ ഇപ്പോൾ DNA-യിൽ എനിക്ക് തോന്നുന്നത് എനിക്കൊന്ന് 2 സീൻ എന്തോ ആണ് ചെയ്തത്. 2 സീനിൽ ഒരു സീൻ ഫുള്ള് റേപ്പ് സീനാണ്. റിയാസ് ഖാൻ സുധീർ എന്ന് പറഞ്ഞ ആക്ടർ. അപ്പം ട്രാക്കിൽ അഭിനയിച്ചു. അപ്പം ഇവർ രണ്ടുപേരുമാണ്. എത്രത്തോളം ഒരു മനുഷ്യനെ കെയർ ചെയ്യാമോ അത്രത്തോളം അവർ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ഷോട്ടിനും മോളെ നൊന്തില്ലല്ലോ, നിനക്ക് വേദനിച്ചോ, നിനക്ക് കൈക്ക് നൊന്തോ എന്ന് പറഞ്ഞിട്ട് അത്രയും നന്നായിട്ട് അവരെന്നെ കെയർ ചെയ്തു. ഇപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സുധീറിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റിൽ വളരെ ശ്രദ്ധേയമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പുറത്തു വിട്ടേക്കുന്നത്. എന്നെ ഒരു സ്ത്രീ കീപ്പായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു ഇതിൽ ശരിക്കും പറഞ്ഞാൽ നോ പറയാനൊരു ഓപ്ഷൻ എല്ലാവർക്കും ഇല്ലേ? സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടല്ലോ. നോ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരാൾ നമ്മളോട് വളരെ മോശമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് തൻ്റെ പടം വേണ്ട എന്ന് പറഞ്ഞ് വെക്കാൻ പഠിക്കണം. കാര്യം ഈ ഒരു പറയുന്ന വ്യക്തി മാത്രമായിരിക്കില്ല. ഇപ്പോൾ ഞാൻ എന്താ പറയുക എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ വേണു പുന്നപ്പള്ളി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ, മാമംഗത്തിൻ്റെയും മാളികപ്പുറത്തിൻ്റെയൊക്കെ പ്രൊഡ്യൂസർ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. എൻ്റെ ഹസ്ബൻഡിന് അദ്ദേഹം ഒരു ബ്രദറിനെ പോലെയാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം ആ ഒരു സമയത്ത് സിനിമ എങ്ങനെ അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് പോലും ഒരു പ്രശ്നവും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത്രയ്ക്ക് മേക്ക് ഷുവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ ആയിരിക്കണം, ഒരാൾക്കും ഒരു പ്രശ്നവും വരാൻ പാടില്ല. അങ്ങനത്തെ പ്രൊഡ്യൂസറുള്ള നാടാണ്. എനിക്കൊന്ന് സിയാദ് കൊക്കർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറൊന്നും ലൊക്കേഷനിൽ പോലും അങ്ങനെ ആദ്യം ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഒരു എന്താ പറയുക എല്ലാവരും ഡിസ്റ്റൻസ് ഇട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. എല്ലാം അവർ നല്ല സ്ത്രീകൾക്ക് കെയറിങ് കാര്യങ്ങളും എല്ലാം നോക്കുന്നവരുണ്ട്. ഉറപ്പായിട്ടും എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കിതിനൊരു സംഘടനയുണ്ട്, AMMA അമ്മ സംഘടനയുണ്ട്. ഇപ്പോൾ പലരും പറയുന്നത് WCC ഉണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നത്, ഇപ്പോൾ ആരോപിക്കപ്പെട്ടവർ പറയുന്നത് ഞങ്ങൾ ഈ സംഘടനകളിലൊക്കെ മൂവ് ചെയ്തിട്ടും യാതൊരു തരത്തിലും അവിടെ നിന്ന് ഒരാളും ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്നൊരു സംഘടനയല്ലേ ഇതെല്ലാം. അപ്പോൾ ആക്ച്വലി ശിവാനി അമ്മയിലുണ്ടോ? ഇല്ല. കാര്യം ഞാൻ അന്ന് ആദ്യ സമയങ്ങളിൽ തന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. കാര്യം ഞാൻ പൊതുവെ അങ്ങനെ ഒരു പബ്ലിക് അപ്പിയറൻസിലൊന്നും ഒരു താല്പര്യമുള്ള ആളല്ല. കാര്യം വെച്ചാൽ എനിക്ക് സിനിമ ചെയ്യുക, വരിക, പോവാന്നല്ലാണ്ട് പിന്നെ ഒരു കൂട്ടായ്മയിലേക്ക് കയറാനും ഒന്നും ഞാൻ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന ആളാണ് അതിൽ. പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ അതിലേക്ക് വന്നു എന്ന് കരുതി നമുക്ക് സിനിമ ചെയ്യാൻ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ അത് സിനിമ കിട്ടാനൊന്നും ഉള്ള സംഘടനയല്ല. എന്നാലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇതൊരു തൊഴിലാക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും. ഇതെൻ്റെ ഇതിൽ നിന്ന് തന്നെ
അരി മേടിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് വേണ്ടാന്ന് വെച്ചാണ്. അപ്പോൾ അവർ അങ്ങനെയെല്ലാം ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മ സംഘടന തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ. ശരിക്കും നമുക്ക് ഓപ്ഷൻസ് ഒരുപാടുണ്ട്, നിയമപരമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, നമുക്കൊരു സിസ്റ്റം തന്നെയുണ്ട്. ഇപ്പം അതാണ് പറയുന്നത്, ഒരാൾ നമ്മളോട് മോശമായി സംസാരിച്ചു, ഓക്കെ, ആ സംഘടനയിൽ പരാതിപ്പെടാം. അതും നടന്നില്ല എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ പോയി. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, അവസരം തരാമെന്ന് പറഞ്ഞു പീഡിപ്പിച്ചു, 16 തവണ പീഡിപ്പിച്ചെന്നും 15 തവണ പീഡിപ്പിച്ചെന്നും ഒക്കെ ഉണ്ട്. ഈ പീഡനത്തിൽ ആദ്യം ഇത് വെച്ചാൽ സമ്മതം ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേൽ തന്നെ നമുക്ക് നിർത്താം. എന്നെ ഒരാൾ പീഡിപ്പിച്ചു, ഞാൻ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എവിടെയാണെന്ന് വെച്ചാൽ പരാതിപ്പെടാം. ഇതെങ്ങനെയാണ് ഈ 10-16 പ്രാവശ്യം വരുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ അവസരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ സ്ത്രീകളിലും തെറ്റുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ബാധിക്കപ്പെട്ടവരുടെ കാര്യമല്ല, ബാധിക്കപ്പെട്ടവരുടെ അത് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്താ പറയുക, അത് ആ ഒരു കംപ്ലയിൻറ്റിന് നമ്മൾ അടുത്ത ഒരു ആക്ഷൻ എടുക്കാമെന്നല്ലാണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കഴിഞ്ഞു പോയില്ലേ. ഇനി മുന്നോട്ടുള്ള എന്താ പറയുക, ഇതേപോലെ എന്താ പറയുക കഥ പറയാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും ഒരാളെ കൂടെ കൊണ്ടുപോയാൽ നന്നായിരിക്കും. കാര്യം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ശരി. ഈ അങ്ങനെ ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഇപ്പോൾ കഥ പറയാൻ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ സിനിമയായിട്ടുള്ള ഡിസ്കഷന് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മോഡലിംഗ് എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ വിളിച്ച ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ടോൺ മാറ്റി ഈ ഒരു ഇതിലേക്ക് വരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഇപ്പോൾ ഇൻഡസ്ട്രി ഇപ്പോൾ പറഞ്ഞു വരുന്നത് വിളിച്ചു വെറുതെ. ഞാനിപ്പോൾ ഈ പറഞ്ഞ പടങ്ങളെല്ലാം തന്നെ നമ്മൾ ഫോണിൽ കൂടെ കേട്ടും നമുക്ക് പരിചയമുള്ള ആളുകളാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരാരും മോശമായിട്ട് സംസാരിച്ച ആൾക്കാരല്ല. അതെ. ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളോ രണ്ടാളോ അല്ലെങ്കിൽ ഒരു 3 ആളോ ചെയ്തൊരു തെറ്റിന് ആ പേര് മൊത്തം വന്നേക്കുന്നത് സിനിമാക്കാർ എന്ന് പറയുന്ന ഒരു പദത്തിലേക്ക് മാറി. ഗ്രൂപ്പിൽ തന്നെ കണ്ടു. ഇപ്പോൾ സമാജ്വാദിയുടെ ഗ്രൂപ്പിൽ തന്നെ എല്ലാവരും പല രീതിയിലുള്ള ആളുകളാണല്ലോ. അപ്പോൾ സമാജ്വാദിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ജില്ലയിലുള്ള ആള് ഇതേപോലെ സിനിമാക്കാരെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിൽ, മോശമാക്കുന്ന രീതിയിൽ, വസ്ത്രത്തിനെ പറ്റിയും എല്ലാം പറഞ്ഞുകൊണ്ട്. വസ്ത്രം എന്ന് പറയുന്ന ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. അയാൾ എന്തിടണം എന്നുള്ളത് അയാളുടെ പേഴ്സണൽ ചോയ്സാണ്. അതൊന്ന്. രണ്ടാമത്തത് സിനിമ. 1-2 പേര് ചെയ്ത തെറ്റിന് ഒരു മുഴുവൻ സിനിമാ സംഘടന മുഴുവനും പറയുന്നത് തെറ്റാണ്. കാര്യം അതിനകത്ത് ഒന്നും അറിയാത്ത ആൾക്കാരും ഉണ്ട്. ഏറ്റവും നല്ല എന്താ പറയുക, നമ്മളെയൊക്കെ പെങ്ങന്മാരെ പോലെ കാണുന്ന മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് അതിനകത്ത്. വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇല്ലാതെ ഉള്ളൂ. ഇപ്പോൾ നല്ല കാര്യമായതുകൊണ്ടോ ഞാൻ ചോദിക്കുന്നത്, വളരെ ഇഷ്ടം തോന്നി ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയ ആർട്ടിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു? ഇന്ദ്രൻ ചേട്ടൻ. എന്താ പറയാ, വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. ശരി. നമുക്ക് എപ്പോഴും വിശ്വസിച്ച് നമുക്ക് എന്തും പറയാം അല്ലേ? പുള്ളി പാവമാണ്. ഇന്ദ്രൻ ചേട്ടനൊക്കെ നല്ല കെയറിംഗ് ആണ്. വർക്ക് ചെയ്തിട്ട് നല്ല കംഫർട്ടാണ്. അത് ഞാൻ രഹസ്യ പോലീസിൽ അതേമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അധികം അങ്ങോട്ട് ആർട്ടിസ്റ്റുകളടുത്ത് മിംഗിൾ ചെയ്യാറില്ല. എപ്പോഴും അമ്മയായിട്ട് ഞാൻ ഇരിക്കുമെന്നല്ലാണ്ട് അധികം. ശരി. ഞാൻ ഈ ഒരു സെറ്റിലിരുന്ന് അടുത്ത പടം എങ്ങനെയും ഉണ്ടാക്കണം, പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും പോയി അങ്ങനെ സംസാരിക്കാറില്ല. നോർമലി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇപ്പോൾ ക്രിക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ US മാസ്റ്റേഴ്സ് T10 ചെയ്തു. ഗൗതം ഗംഭീറായിരുന്നു എൻ്റെ ടീമിൻ്റെ എന്താ പറയുക ക്യാപ്റ്റൻ. യൂസുഫ് പത്താനൊക്കെ ഉണ്ടായിരുന്നു ആ ടീമിൽ. അപ്പം അടുത്ത ഒരു ലീഗ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവർ തന്നെ ആയിരിക്കും, ഇവരാരെങ്കിലും നമ്മളെ ഇൻഫോം ചെയ്യും. ഇപ്പോൾ അതായത് റിട്ടയർഡ് പ്ലേയേഴ്സിൻ്റെ IPL പോലത്തെ ഒരു സംഭവമാണ് മാസ്റ്റേഴ്സ് T10 എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാരെങ്കിലും വിളിച്ച് പറയും, ശിവാനി ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ടൂർണമെൻറ്റ് വരുന്നുണ്ട്, ഒരു ലീഗ് വരുന്നുണ്ട്, നിങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരൊക്കെ തന്നെ വിളിക്കും. അപ്പം ഇതിനകത്തുനിന്ന് എനിക്ക് ഒരുപാട് വർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് സിനിമയുടെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് പരാതികൾ വരുന്നതാണ്. അവസരം നിഷേധിക്കപ്പെടുന്ന സ്റ്റേജുകൾ കുറേ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വഴങ്ങി കൊടുക്കാത്തവർ, ഇപ്പോൾ എല്ലാവരും അല്ലാട്ടോ ഞാനിപ്പോഴും പറയുന്നത്, ഈ ചിലവർ ഈ കുറ്റം ആരോപിക്കപ്പെടുന്നവർ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നത് അവരുടെ അടുത്ത് വഴങ്ങി കൊടുത്തില്ലെങ്കിൽ അവസരം വരെ നിഷേധിക്കപ്പെടുന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ? ആക്ച്വലി അറിവിലുണ്ടോ? ഒരു പടത്തിനകത്ത് ആരെ കാസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ കുറച്ചുകൂടെ മേലെ പോയി കഴിഞ്ഞാൽ വലിയ ആക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ആക്ടർ കൂടെ അതിനകത്ത് ഇന്ന ആളുകൾ നമുക്ക് വെക്കാമെന്ന് പറയും. അപ്പം അതിനകത്ത് കയറി നമ്മൾ വെച്ചില്ല അവരെന്ന് നമുക്ക് പരാതി പറയാൻ പറ്റുമോ? അത് അവരുടെ ഇഷ്ടമല്ലേ. ചിലപ്പോൾ നമ്മൾ ആ ക്യാരക്ടറിന് നമ്മൾ ആപ്റ്റായിരിക്കില്ല.
ഓക്കെ, അതുകൊണ്ടായിരിക്കും. പക്ഷെ ചിലർ പറയുന്നത് ഇപ്പോൾ ശിവാനിക്ക് തന്നെ ഒരു അനുഭവം മുമ്പിൽ കിടക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് പടം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ, സിനിമ മാത്രമേ ഉള്ളൂ, വേറെ ഇൻഡസ്ട്രി ഒന്നും ഇല്ലേ, അതുകൊണ്ട് ഞാൻ അതത്ര കാര്യമായിട്ട് എടുത്തില്ല. പടം പോയോ, ശരി, ബൈ. ഈ പറയുന്ന പരിപാടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, ചിലവരുടെ അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു സൈഡിൽ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളുടെ പേരൊക്കെയാണ് ഓരോരുത്തർ ഇപ്പോൾ ആരോപിക്കുന്നത്. ഇപ്പോൾ ഇന്ന് മിന്നു എന്ന് പറയുന്നൊരു സ്ത്രീ കുറച്ച് പേരുടെ ലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയിൽ സജീവമായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേര് തന്നെ എടുത്ത് പറഞ്ഞേക്കുന്നത്. അതിൽ ഒരു എന്താ പറയുക, ഒരു പൗരപ്രമുഖനടക്കമുണ്ട്, എല്ലാവരുടെയും പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വാസ്തവമാണോ ഇല്ലെന്നൊക്കെ തെളിയിക്കപ്പെടണം. പിന്നെ വെച്ചാൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീ അതിന് ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും അവരോട് സങ്കടം മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങനെ ഒരു കാര്യം, സിനിമ എന്ന് പറയുന്നത് അതിൽ അഭിനയിക്കണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പാഷനായിരിക്കും. ചിലപ്പോൾ ഇതൊരു ജീവിതമാർഗ്ഗം ആക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ അവരോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ 100% തെറ്റാണ്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, 100 പേരിൽ ഒരു 2-3 പേര് കാണും, അവരുടെ പേര് പുറത്തു വന്നാൽ നേരെ എടുക്കുക, പുറത്ത് കളയുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ പറയും, ഇപ്പോൾ MMA സംഘടനയുടെ തലപ്പത്തിരുന്നിരുന്ന സിദ്ദിഖ ഒരു ആരോപണം വന്നപ്പോൾ ഉടൻ തന്നെ അടുത്ത സെക്കൻഡ് ചെയ്ത് ആ സ്ഥാനം ഒഴിഞ്ഞ് രാജിവെച്ച് മാറി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ? അതെ, വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, ചിരിക്കും, അധികം ഒരു വർത്തമാനം എന്ന് പറയുന്ന ആളൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടൊവിനോ പറഞ്ഞ പോലെ കാര്യം ഞാൻ മാത്രമല്ലായിരുന്നു, ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് അല്ലേ, ലക്ഷ്മിപ്രിയ ഉണ്ടായിരുന്നു ആ പടത്തിനകത്ത്. അപ്പം ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പുള്ളി ഒരു കുറ്റം ആരോപിക്കപ്പെട്ടപ്പോൾ തന്നെ ആ സ്ഥാനം ഒഴിഞ്ഞ് മാറി. പുള്ളി ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മീഡിയാസിന് ഇതെല്ലാം തിരിച്ചു വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞു. ഇപ്പോൾ അതേപോലെ തന്നെ എടുത്തപ്പോൾ ഞാൻ ഇതൊക്കെ ചോദിക്കാൻ കാരണം, ഇൻഡസ്ട്രിയിൽ ന്യൂജൻ സിനിമ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പേ സ്റ്റാർട്ട് ചെയ്ത ആളായതുകൊണ്ടാണ് എല്ലാം കണ്ട് അറിയില്ല. ഓക്കെ, 1-2 പേരെ അറിയാന്നല്ലാണ്ട് അവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ്, എല്ലാ കാലവും നല്ല സുഹൃത്തുക്കളാണ്. അപ്പം ഞാൻ അത്രയും ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചോദിക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾക്ക് അവരൊരിക്കലും ബാത്റൂം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അടുത്തുള്ള കുറ്റിക്കാടുകളിൽ വരെ പോയിട്ടാണ് അവർ ഓരോ ഇത് സാധിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊന്നും ഇൻഡസ്ട്രിയിൽ നേരിട്ട് കണ്ടായിട്ട് ഓർമ്മയില്ല. ഇങ്ങനെ നമ്മുടെ അറിവിൽ അറിയാതെ എന്ന് പറഞ്ഞ പടത്തിൽ ബാലചേട്ടൻ ഹീറോ ആയിട്ടുള്ള ഒരു പടം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പടം എന്താളൊക്കെ വന്നില്ലെങ്കിൽ പോലും നല്ല പടമായിരുന്നു, വളരെ നല്ല പടമായിരുന്നു. ഉൽപ്പൽ പി നായനാർ ക്യാമറമാൻ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പടമായിരുന്നു. ശരി. പക്ഷെ അതിനകത്തൊന്നും അങ്ങനെ കാര്യം വലിയൊരു വീടായിരുന്നു, പിന്നെ കാരവൻ ഉണ്ടായിരുന്നു. ഇവിടെ അവിടെ ആർക്കും ഒരു പ്രശ്നം വന്നായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ DNA സെറ്റിൽ എല്ലാവർക്കും കാരവൻ ഉണ്ടായിരുന്നു. ഇപ്പം ഈ പറയുന്ന പോലെ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉൾപ്പെടുന്നു, അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും. ഇന്നത്തെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രൊഡക്ഷൻ മാനേജേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് അതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഉറപ്പായിട്ടും അണ്ണൻ മുതലേ അവിടെ കാരവൻ ഉണ്ട്. കാരണം ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളുടെ പേരുകളും ചിന്തിക്കാൻ പറ്റാത്ത ആരോപണങ്ങളുമാണ് സിനിമയ്ക്കും സിനിമാക്കാർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആളുകൾ റിയാസ് ഖാന്റെ പേര് കേട്ടിട്ടാണ് പാവം. ഓക്കെ, റിയാസ് ഖാന്റെ പേര് കേട്ടിട്ട് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് റിയാസ് ഖാൻ ഭയങ്കര മോശമായി സംസാരിച്ചു എന്നൊക്കെ. അത് മാത്രം ഒരു നമ്മൾ ഞെട്ടലായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് നന്നായിട്ട് അറിയുന്നു, വളരെ നന്നായിട്ട് അറിയാം, എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന മനുഷ്യനാണ്. അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ഞങ്ങളോടൊക്കെ വളരെ കാര്യമായിട്ടാണ്. ശരി. അപ്പം എന്തായാലും ഇപ്പം ഇങ്ങനെയുള്ള ആളുകൾ തുറന്നു പറയുമ്പോഴാണ് പലതും അറിയുന്നുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാധ്യമ തലക്കെട്ടിന്റെ ഉള്ളിൽ പറഞ്ഞ് കേട്ടിട്ട് വിശ്വസിച്ചിരിക്കുന്ന എത്രയോ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ് മണിയമ്പിള്ള രാജുവേട്ടൻ്റെ പേരും വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയൊന്നും നമുക്ക് ചിന്തിക്കാം. എൻ്റെ എന്താ പറയുക, എൻ്റെ കുഞ്ഞിനെ തൊട്ട് എനിക്ക് സത്യം ചെയ്യാം. എനിക്ക് എന്താ പറയുക, ഇടവേള ബാബുചേട്ടനെയൊക്കെ വർഷങ്ങളായിട്ട് എന്താ പറയുക ഞങ്ങളോടെല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വായുന്നൊരു പാഴ്വാക്ക് പോലും എൻ്റെ അടുത്ത് വീണിട്ടില്ല. അത് എന്താ പറയുക, നമ്മളെ മക്കളെ തൊട്ട് വേണമെങ്കിലും സത്യം ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അവരൊന്നും അങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ പേരുകൾ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ചില ആളുകളുണ്ടാവും, എന്താ പറയുക, ഒരു ആണും പെണ്ണും ഉള്ള സ്ഥലത്ത് ലവ്, ലസ്റ്റ്, എന്താ പറയുക, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ പറയേണ്ടത് എനിക്ക് പറ്റൂല, അത് പറഞ്ഞാൽ മതി, എനിക്ക് വയ്യ, ഇത് പറയാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. അതും താണ്ടി അവൻ നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ സ്പോട്ടിൽ
പരാതിപ്പെടണം. നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഉറപ്പായിട്ട് സ്പോട്ടിൽ പരാതിപ്പെടണം. പിന്നെ ചിലർ പറയും നമുക്ക് എന്നെ പോലെ ആയിരിക്കില്ല എല്ലാവരും, ചിലർക്ക് എന്താ പറയുക ഞാൻ ആ ട്രോമയിലായിപ്പോയി, ഞാൻ കുറച്ച് നേരത്തേക്ക് ട്രോമയിൽ നിന്നൊക്കെ വെളിയിൽ വരാനൊരു സമയമുണ്ട്. ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ട്രോമയിൽ നിന്നൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ പരാതിപ്പെടണം. കാര്യം പിന്നെയും വേറെ പെൺകുട്ടികൾക്ക് ഈ അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ അതിനൊരു കാരണക്കാരാവണ്ട. ശരി, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പോഴും ശരിക്കും അങ്ങനെ ആരെങ്കിലും ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള ഒരു കാര്യം ഉറപ്പായിട്ടും പുറത്ത് വന്ന് എന്താ പറയുക ആരാണെന്നുള്ളത് പറയാം. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സണൽ വെഞ്ചൻസ് അതിൽ ആരെയും കൊടുക്കരുത്. നമുക്കൊരാളെ ഇഷ്ടമല്ല, നമ്മളൊരു ആളുമായിട്ട് വളരെ നാൾ സൗഹൃദത്തിലിരുന്ന് ഇപ്പം ആ സൗഹൃദമല്ല എങ്കിൽ പിന്നെ അവനെ പെടുത്തിയേക്കുക എന്ന് പറഞ്ഞ സാധനം ചെയ്യരുത്. കാര്യം അയാൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, എന്താ പറയുക നമ്മുടെയൊക്കെ ലൈഫ് ഓൾമോസ്റ്റ് പാതിക്ക് മേലേക്ക് ആയിട്ടുണ്ട്. ഇനി വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഓക്കെ. അറിഞ്ഞോ അറിയാതെ ഒരുപാട് പേരും കൂടി ഇതിലേക്ക് ഇതിന്റെ നമുക്കറിയില്ല. ഒരുപാട് പേരുകൾ വന്നു. കാര്യം ഇത്രയും വർഷം ഈ കേസിന് ഇത്രയും വർഷം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവുകളൊന്നും നമുക്ക് എന്താ പറയാ തെളിവെടുത്ത് കാണിക്കാനില്ല. ഇല്ല, ഈ വാക്കാലെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് കൂടുതലായിട്ട്. അതില് എന്താ പറയാ പേഴ്സണൽ ഒരു ദേഷ്യത്തിൽ ആരെയും അങ്ങനെ. ഒറ്റ കാര്യം കൂടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി വിശ്വസിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ എന്താ പറയാ എനിക്കറിയില്ല നമുക്ക് എത്ര പേരോട് അവർ ചോദിച്ചു വന്നോ, ആരടുത്തൊക്കെ ആരൊക്കെയാണ് ഇത് മൊഴി കൊടുത്തേക്കുന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു ഡെഫിനറ്റ്ലി ഒരു കമ്മിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കൂടെ എത്ര അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയല്ലേ ആത്മാർത്ഥം? ഉറപ്പായിട്ടും ഒരു സ്ത്രീയോട് അയാൾ അങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമ തരാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ എന്താ പറയാ ഈ സമ്മതത്തോട് കൂടി നടക്കുന്ന ബന്ധങ്ങൾ ഒരുപാടുണ്ട്. ശരി, അവസാനം കിട്ടിയില്ല എന്ന് കാണുമ്പോഴത്തേക്കും പോയി കേസ് കൊടുക്കുന്ന പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം അതല്ലാതെ ശരിക്കും ജെന്യുവൻ ആയിട്ടുള്ള കേസസ് ഒരുപാട് കാണാം ഇതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ വർക്ക് ചെയ്തേക്കുന്നതിൽ ഒരാൾ പോലും മോശമായി പെരുമാറിയിട്ടുള്ള ആളുകളല്ല. എനിക്ക് എടുത്തു പറയാൻ പറ്റും. ഒരു അനുഭവം ഒഴിച്ച് ബാക്കി എല്ലാം ഒരു ആർട്ടിസ്റ്റ് അത് ഈ വന്ന് എന്താ പറയാ അതെന്ത് മനോരോഗമാണെന്ന് എനിക്കറിയാം, തട്ടിയിട്ട് ഓടുന്ന ഒരു പരിപാടി. അതിന് നമ്മൾ അപ്പം തന്നെ എന്താ പറയുക നമ്മളത് സ്റ്റോപ്പ് ചെയ്യിച്ചു. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ അവിടെ. പക്ഷെ അയാൾ പകലിൽ വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി നല്ല പാര വയ്ക്കാൻ തുടങ്ങി. ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. നമ്മൾ കണ്ട പലരും ചിലപ്പോൾ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ വേറെ ആളുകളുടെ അടുത്ത് ചിലപ്പോൾ വേറെ രീതിയിലും സംസാരിച്ചിട്ടുണ്ടാവും. വിശ്വസിച്ചില്ല അയാൾ ഇങ്ങനെ നമുക്ക് എന്താ പറയാ നമുക്ക് അഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞു, നമ്മളെ മൂവിയിൽ വെക്കരുതെന്ന് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. കാര്യം അതിന് രാവിലെ അല്ലേ എന്നോട് ഹായ് മോളെ എന്തൊക്കെയുണ്ട് വിശേഷം, നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ, നീ നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചൊക്കെ വിട്ട ആളാണ് നമുക്ക് ഭാരം വെച്ചത്. ഇതും ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ? ഇതൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഒക്കെ ഇതിന്റെ ഇന്റർണൽ പൊളിറ്റിക്സ് വേറെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എല്ലാ മേഖലകളിലും ഇല്ലേ? എല്ലാ മേഖലകളിലും ഉണ്ട്. ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ടുള്ള സ്ത്രീകളോട് ഇതുവരെയ്ക്ക് നടന്നത് തന്നെയാണ്. നമുക്ക് പൊറുക്കാനാവാത്ത തെറ്റാണ്. ഇങ്ങനെ ആ കുട്ടികളുടെ മേലേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കാനാവാത്ത തെറ്റാണ്. പക്ഷെ ഇനി മുന്നോട്ട് വരുന്ന സ്ത്രീകൾ കുറച്ചുകൂടെ എന്താ പറയുക കെയർഫുൾ ആയിരിക്കണം. ഇതേപോലെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ഇങ്ങനെ ഒരു അനുഭവം ഒറ്റയ്ക്ക് പോവാതിരിക്കുക, കൂടെ ഒരാളെയും കൂടെ കൊണ്ടുപോവുക. ഇപ്പം അച്ഛനമ്മ വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരാൾ ഒരു സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് പോവുക. അപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാരുള്ള സമയത്ത് ഒരാൾക്ക് അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. തനിയെ പോകുമ്പോൾ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോയിക്കൂടെ? മീൻസ് നമ്മൾ ആരെ പേടിക്കണം? നമ്മുടെ ചുറ്റും ഒരു സിസ്റ്റം ഒക്കെ ഉള്ളതാണ്. പക്ഷേ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരു മനുഷ്യരെയും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ നല്ല മുഖത്തിൽ കാണുന്ന ഒരാളായിരിക്കും അവസരം കിട്ടുമ്പോഴത്തേക്കും ഒരു മോശം ലെവലിലേക്ക് മാറുന്നത്. അപ്പം നമുക്ക് ആരെയും അച്ഛനെ ആങ്ങളെ ഒഴിച്ച് ആരും വിശ്വസിക്കും. ഓക്കെ, ഇത്രയും നാൾ ഫിലിമിലും സീരിയലിലും ഇതിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ, ഇപ്പോൾ ലൈഫ് പേഴ്സണലായിക്കോട്ടെ നമുക്ക് പ്രൊഫഷണലായിക്കോട്ടെ, ഒരു പ്രശ്നം വന്നപ്പോൾ ലൈഫിലേക്ക് വന്ന ഒരു റിയൽ ലൈഫ് ഹീറോസിനെ പോലത്തെ അങ്ങനെ ആരെങ്കിലും ലൈഫിലുണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. ആരാണ് അയാൾ? ആളെ ഞാൻ പറയാം. അതായത് ഞാൻ സൂര്യയിൽ ആങ്കർ ആയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു ലോഡ് സപ്ലി എഴുതാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അത് എഴുതുകയും വേണം,
എന്താ പറയുക വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്കൊരു ജോലിയും വേണം. ഞാൻ സൂര്യ ടിവിയുടെ ആങ്കറായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ റിലയൻസിന്റെ 500 രൂപയുടെ ഫോണൊക്കെ വന്ന സമയമില്ല, എല്ലാവരുടെയും കയ്യിൽ 501 രൂപ, എല്ലാവരുടെയും കയ്യിൽ ഫോൺ. ഇത് ഒരു കോളിങ്ങനെ വന്ന് ശല്യം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ ശല്യം. ഒരു ദിവസം ഞാൻ സൂര്യയിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഇവൻ ബൈക്കിൽ വന്ന് അവിടെ നിൽപ്പുണ്ട്. ഞാൻ ശരിക്കും എൻ്റെ എന്താ പറയുക എൻ്റെ നെഞ്ചിടിച്ചു. ഞാൻ അന്ന് പോയിട്ട് എൻ്റെ പ്രൊഡ്യൂസർ പ്രദീപിനോട് ഞാൻ പറഞ്ഞു, എന്നെ ഒരാൾ ശല്യം ചെയ്യുന്നുണ്ട്, എൻ്റെ പിറകെ വരുന്നുണ്ട്, എനിക്കിന്ന് എന്താ പറയുക ഇന്ന് വർക്ക് ചെയ്യാനൊന്നും പറ്റുമെന്ന് അറിയാൻ വയ്യെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ആരൊന്ന് നോക്ക്, നമ്പർ നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് അറിയില്ല. അപ്പോൾ പ്രതിവട്ടം പറഞ്ഞു ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഇപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ സാബു മോനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു SUV-ൽ എനിക്ക് ഒന്ന് 2008 എന്തോ ആണ് പുള്ളി വന്നിറങ്ങി. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോണിങ്ങതാ, ചിരിക്കൊന്നുമില്ല, ഭയങ്കര ഇയാൾക്ക് ചിരിക്കാനും പറ്റൂലേ, ചിരിക്കാതെ എൻ്റെ ഫോണിങ്ങനെ വാങ്ങിച്ച് ഫുള്ള് നോക്കി, ആരൊക്കെയോ മാറി നിന്ന് സംസാരിച്ച്, എൻ്റെ ഫോൺ പുള്ളിയുടെ കയ്യില്ല, സംസാരിച്ച് എന്തൊക്കെയോ സെറ്റ് ചെയ്ത്. എന്നിട്ട് എൻ്റെ പറഞ്ഞു വണ്ടി കയറി. ഞാനോ അപ്പോൾ എൻ്റെ വീട് സൂര്യ ടിവിയുടെ ഓഫീസിൻ്റെ അടുത്താണ് ട്രിവാൻഡ്രത്തുള്ള. അപ്പോൾ ഞാൻ തനിയെ വന്നാൽ എന്താ, നിന്നെ ഇവിടെ ആരും പിടിച്ച് വിടുങ്ങാനൊന്നും പോണില്ല, കയറ് എന്ന് പറഞ്ഞിട്ട് എന്നെ വണ്ടിയിൽ കയറ്റി നേരെ കൊച്ചുവേളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടുത്തെ ഒരു മൈതാനമുണ്ട്, അവിടെ കൊണ്ട് വണ്ടിയിട്ട് ഇങ്ങനെ വിരളിഞ്ഞൊടിച്ച് അവനെ വിളിച്ചു. പിന്നെ അവിടെ ഒരു കോലാഹലമായിരുന്നു, അടിയും പിടിയും ഒക്കെ ആയിട്ട്. റിയൽ ലൈഫ് ഹീറോ വിളി. എന്നിട്ട് എന്നെ നേരെ തിരിച്ച് എൻ്റെ എന്താ പറയുക എവിടെ നിന്നാണോ എടുത്തത് അവിടെ നിന്ന് എന്നെ കൊണ്ടങ്ങിട്ട്. പക്ഷെ എൻ്റെ ഒരു പേടിയെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതൊരു മുതലെടുപ്പുണ്ടല്ലോ, പിന്നെ ഇതിന് ഞാനാണേ സഹായിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു മുതലെടുപ്പുണ്ട്, പിന്നെ ഇവനെ ഓടിക്കാൻ വേണ്ടി അടുത്ത കൊട്ടേഷൻ വെക്കണം. ആ പ്രശ്നമില്ലായിരുന്നു. ജെന്റിൽമാൻ. ഓ അന്ന് അവിടെ ഇതിപ്പോ ആ നിൽക്കുന്ന ഇടയ്ക്ക് എപ്പോഴേലും ഞാൻ വിളിച്ചിട്ട് ചേട്ടാ അങ്ങനെയുള്ള സുഖമാണ്, ഓക്കെ കാര്യങ്ങളൊക്കെ. ഇപ്പം ഇടയ്ക്ക് നമ്മുടെ അടുത്ത് സംസാരിച്ചത് തന്നെ 1 മിനിറ്റ് 2 മിനിറ്റ്, അത് മേലെ ഒന്നും സംസാരിക്കത്തില്ല. സംസാരിച്ച് എല്ലാം ഓക്കെ അല്ലേ, ഓക്കെ ഫൈൻ, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്ക്. പിന്നെ ആ ശല്യം ഉണ്ടായിരുന്നോ? ഇല്ല, മറ്റേ ശല്യം അതോടുകൂടി തീർന്നു. ആ വഴിക്ക് വന്നിട്ടില്ല. ഓ അടിപൊളി. ട്രിവാൻഡ്രത്ത് പിന്നെ ഒരു ധൈര്യമാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധിച്ചേട്ടനെ വിളിക്കാം. ഓക്കെ, നമുക്ക് സാധിച്ചേട്ടനൊക്കെ പറഞ്ഞാൽ എന്തിനും ഏതിനും എങ്ങനെ ഇടപെടുന്ന. അതുകൊണ്ട് തന്നെ പുള്ളി തല്ലും, എനിക്കത് കേൾക്കുമ്പോൾ ഒരു പുതുമയില്ല, കിട്ടുമായിരിക്കും, ചെയ്യും, വേണ്ടി വന്ന ചിലപ്പോൾ പുള്ളി ചെയ്തിരിക്കും. ഓക്കെ, ഞാൻ ലൈവ് അടിയൊക്കെ അന്നാ കണ്ടത്. ഒറ്റക്കൊക്കെ പോയിട്ട് അതല്ലേ, അവര് ഗ്യാങ് ആയിട്ടായിരുന്നു, ഓപ്പോസിറ്റുള്ള ഗ്യാങ് ആയിട്ടായിരുന്നു അവർ കളിച്ചോണ്ടെന്ന് നിൽക്കായിരുന്നു. ഓ അവിടെ ഗ്രൗണ്ടിൽ ചെന്നിട്ട് വിളിച്ചു. ശരിക്കും പേടിച്ചു ഞാൻ. ഓക്കെ, വെരി നൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തിനും ഏതിനും സിനിമയിൽ നിന്ന് തന്നെ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് എന്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്തോ പറയാൻ വന്നില്ല. ഇല്ല എന്തോ പറയാൻ ഇല്ല. സിനിമയിൽ ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഉള്ള ആൾക്കാർ നമുക്ക് പരിചയം ഉണ്ടെന്നുള്ള ലെവലിൽ നമുക്ക് സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അസുഖമൊന്നും അധികം ആൾക്കാരില്ലായിരുന്നു, വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ആളുകൾ എനിക്ക് ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ ഉണ്ട്. സങ്കടം ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ? എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചു, ഒരു കോൾ ചെയ്യുന്നതിന് ശരി ഫോൺ ചെയ്യണ്ട, നമ്മൾ ഏത് സിറ്റുവേഷനിലാണ്, സുഖമില്ലാതിരിക്കുകയാണോ, ആ ഫോൺ നമുക്ക് ശല്യമാണോ, പക്ഷെ ഒരു മെസ്സേജ് ചെയ്യാമല്ലോ. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ചോദിച്ചുകൊണ്ട്, അതിനകത്ത് 45 lakh ഫോളോവേഴ്സ് ഉണ്ട്, പേജ് വിൽക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് പല ആൾക്കാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. 5 ലക്ഷം തരാം, 6 ലക്ഷം തരാം, 10 ലക്ഷം തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതെനിക്ക് എൻ്റെ ഇമോഷണലി എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല, മരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പേജ് ഇതേ നമ്പറിൽ എൻ്റെ അമ്മ ഉണ്ടാവും, നിങ്ങൾ അമ്മയുടെ പേജ് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അസുഖം വന്ന സമയത്ത് എല്ലാവർക്കും ഏതൊക്കെയോ ഞാൻ 1-2 ഫോട്ടോസ് ഇട്ടപ്പോഴത്തേക്കും അത് എന്താ പറയുക പേപ്പറിലും ഇതിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിന് 5 ലക്ഷം രൂപ തരാം, 6 ലക്ഷം രൂപ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പേജ് കൊടുക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മരിക്കട്ടെ, മരിച്ചതിന് ശേഷം പോരെ, ഇപ്പോഴേ വേണോ? ഇപ്പോഴും ഈ ഒരു ഇതിന് തിരിച്ചു വന്നിട്ട് ഇപ്പോഴും നേരിടുന്ന ഒരു സിറ്റുവേഷൻ, ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ എന്താ? അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നതാണ്? അത് അവരറിയുന്നില്ല, നമ്മൾ ഓക്കെ ആയി എന്നുള്ളത് അറിയാണ്ട് ചില ആൾക്കാർ ഹെൽത്ത് ഓക്കെ അല്ലേ, ഇത് എങ്ങനെ എപ്പോഴും ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഒരു പടം ഇടയ്ക്ക് വന്നപ്പോഴത്തേക്കും അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു, അവർക്ക് അസുഖമൊക്കെ വന്നതാണ്,
ചെറിയ വല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ കൊടുക്കാൻ, അധിക ദിവസം ഇല്ലാത്ത ക്യാരക്ടർ കൊടുക്കാൻ പറഞ്ഞു. നമ്മളിപ്പോ പൂർണ്ണമായിട്ട് തിരിച്ചു അദ്ദേഹത്തിന്റെ പൈസ ഇല്ല, അദ്ദേഹം അങ്ങനെ ചിന്തിച്ചാൽ തെറ്റൊന്നുമില്ല, കുഴപ്പമില്ല. ശിവാനി ഇപ്പോൾ പഴയതിനെക്കാട്ടി ഉഷാറായിട്ട് തന്നെ വന്നിട്ടുള്ളത്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. പിന്നെ ഇപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നു, പൊളിറ്റിക്സിലേക്ക് വന്നിരിക്കുന്നു. ഒരുപാട് ട്രാവലിംഗ് വെച്ചാൽ ഞാൻ ഓൾമോസ്റ്റ് 6 months US-ലാണ്. US അവിടുത്തെ ലീഗുകൾ ചെയ്യാൻ വേണ്ടി, ക്രിക്കറ്റ് ലീഗ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ 6 മാസം അവിടെ തന്നെയാണ് നിൽക്കുന്നത്. US തന്നെയാണ്. ഞാനിപ്പോൾ തിരിച്ചു വന്നു, ശ്രീലങ്കൻ ലെജൻസ് ചെയ്തു. ഓക്കെ. ഇനിയിപ്പോൾ ഓണമൊക്കെ, ഇനിയിപ്പോൾ എന്താണ് ഓണത്തിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാം? എന്താണ്? തിരിച്ച് പോവാണ്, അധികം നാൾ ഇവിടെ ഇല്ല. ഓക്കെ. ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ക്രിക്കറ്റിലും പൊളിറ്റിക്സിലും മാത്രമാണ്? അങ്ങനെയല്ല, ഞാൻ ഇവിടെ ഉള്ള സമയത്ത് നല്ല വർക്കുകളൊക്കെ വന്നാൽ അത് ചെയ്യാനും ഓക്കെയാണ്. ശരി, വരുന്നുണ്ട്, ഇപ്പോൾ അത്യാവശ്യം നല്ല വർക്കുകൾ വരുന്നുണ്ട്. ഓക്കെ. എന്തായാലും നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും വേണ്ട, കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവർ സിനിമയൊക്കെ ചെയ്യുന്ന ആളുകളാണ്, നല്ല ആളുകളാണ്. ഉള്ള സത്യം പറഞ്ഞാൽ നമുക്ക് ഈ വക മോശം ഇല്ലാത്ത ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും വലിയത് നമ്മളിപ്പോൾ ഇൻഡസ്ട്രി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ആരെയും നമ്മൾ മനഃപൂർവ്വം കരുവാരിത്തേക്കണമൊന്നുമില്ല. സത്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ കുറ്റം ആരോപിക്കപ്പെട്ടവരുടെ അടുത്ത് സത്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആവുന്നതിലാണ് ചില ആളുകൾ പറയും, ലേറ്റ് ആയാലും എന്താ, നടന്ന കാര്യം പറയുന്നതിൽ എന്താ, ഇപ്പോഴായിരിക്കും അവർക്ക് പറയാൻ തോന്നിയത്. ശരിയാണ്, പക്ഷെ ആ എന്താ പറയുക, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് എന്തോരം മാറിയിട്ടുണ്ട്. ചിലപ്പോൾ ഇനി അങ്ങ് നന്നായേക്കാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കും ഫാമിലി എല്ലാവരുമായിട്ടൊക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ. അങ്ങനെയും ചിന്തിക്കാം നമുക്ക്. എന്തായാലും ഒരു ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ കരുവാരി തേക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും അല്ല, കാരണം നമുക്കറിയാവുന്നവരും ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റത്തിൽ ഒരുപാട് നല്ല ആളുകളുണ്ട്. ഇനി നന്നാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇല്ല 1-2 കീടങ്ങളാണെങ്കിൽ തന്നെ അത് ഇല്ലാണ്ടായിക്കോളൂ അല്ലേ? ഇപ്പൊ പല കാര്യങ്ങളും പലരും പറയാൻ മടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മീൻസ് സത്യം എന്താ ഇവർക്ക് തുറന്ന് പറഞ്ഞുകൂടെ, എന്തിനാ ഇന്ന ആളുടെ പേര് പറയാൻ മടിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു സൈഡിൽ ചിലപ്പോൾ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം അല്ലെങ്കിൽ അവരതിൽ ക്രൂശിക്കപ്പെട്ടേക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ശാന്തിയുള്ള ദിനേശ് ചേട്ടൻ, ആ പുള്ളി വന്നിട്ട് ഓരോരുത്തരുടെ പേരെടുത്തിട്ട് പറയുന്നത് അത് ഇതാണ്. പുള്ളി പറയുന്നത് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണെന്ന് എനിക്ക് 100 വട്ടം അറിയാം, അതുകൊണ്ട് ഞാൻ പറയും എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? പുള്ളി അനുകൂലിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരു എന്താ പറയുക, മോസ്റ്റ്ലി മേ ബി ലൈക്ക് ഒരു 75% ആൾക്കാരും സാധാരണക്കാരും, ഞാൻ പറഞ്ഞ സിനിമയിലുള്ള ആളുകളെ പറ്റിയല്ല, സാധാരണക്കാർ ഒരുപാട് പേര്. കാര്യം പുള്ളി വളരെ പച്ചയായിട്ട് പറയുന്നെങ്കിലും കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഡെഫിനറ്റ്ലി ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു സ്ത്രീ വിരുദ്ധതയൊക്കെ കുറേ വരുന്നുണ്ട് അതിനകത്ത്. അത് കുറച്ചൊക്കെ ഒരു മയത്തിൽ പറയുമ്പോഴത്തേക്കും മേ ബി പുള്ളിക്ക് അങ്ങനെ മയത്തിൽ പറയാൻ അറിയില്ലായിരിക്കാം, പക്ഷെ പുള്ളി പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഇന്ന് രാവിലെ കൂടി ഞാനൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളി നേരിട്ട് കണ്ടതും എന്താ ആരെങ്കിലും പറഞ്ഞറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ്ലി എന്താ പറയുക ഡിനൈ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ഞാനൊരു എന്താ പറയുക, കുറേ കാര്യങ്ങളിൽ നമുക്ക് ആ സംസാരം കേൾക്കാൻ രസമാണ്. പച്ചക്കിരുന്ന് പറയുമ്പോഴത്തേക്കുള്ളൊരു പക്ഷേ ഒരുപാട് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരുപാട് ആൾക്കാർ അതിൽ വേദനിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, പറയുമ്പോൾ ആളുകൾ കേൾക്കുന്നു, എന്താ പറയുക, ആ ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നെങ്കിൽ പോലും ചില ഇവർക്ക് ഈ പറയുന്ന ആളുകൾക്ക്, അദ്ദേഹം പറയുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊരു ലൈഫുണ്ട്. അപ്പോൾ ഏതൊരു കുഞ്ഞാണ് അല്ലെങ്കിൽ ഏതൊരു ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണ് അത് കേൾക്കുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമം നമ്മളൊന്ന് ആലോചിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പോകുമ്പോഴും അവരും ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ? എൻ്റെ ചുറ്റും ഇവരെല്ലാം ഉണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. എന്തായാലും ഇതൊക്കെ വിളിച്ച് പറയാനും ഇങ്ങനത്തെ ഒക്കെ കുറെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതും ഒരു പേടിയല്ലേ എല്ലാവർക്കും? ഞാനൊരു തെറ്റ് ചെയ്താൽ വിളിച്ച് പറയുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളത് ഒരു പേടി തന്നെയല്ലേ? ചില ആളുകൾ തെറ്റ് ചെയ്യുന്ന മുമ്പ് ആലോചിക്കില്ല. ഒരുപാട് തവണ തെറ്റ് ചെയ്തിട്ട് ഇത് നാളെ ഞാൻ പിടിക്കപ്പെടുമെന്നുള്ള ചിന്ത ഇവർക്ക് വരുന്നില്ല. പിടിക്കപ്പെട്ട് കഴിഞ്ഞാലേ അയ്യോ ഞാൻ പെട്ടുപോയി എന്ന് പറയാൻ പറ്റുള്ളൂ. ശരി. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ ആളുകളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ ക്രിക്കറ്റിലേക്ക് വന്നപ്പം ഇപ്പോൾ ഒരുപാട് ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ കൂടെയൊക്കെ
നമ്മൾ കാണാറുണ്ട്, അവരായിട്ട് സംസാരിക്കാറുണ്ട്, അവരായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് പ്ലെയർ ആരാണ്? എൻ്റെ ഭർത്താവ്. എനിക്ക് വീട്ടിൽ പോണ്ടേ. പിന്നെ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ ആയാലും ഇപ്പം ഇന്ത്യയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം മറ്റുള്ള ഇപ്പോൾ ഗംഭീറിൻ്റെ കൂടെ ഇവരൊക്കെ കാണാറുണ്ടല്ലോ. ഗംഭീർ അത്ര ഒരു ഫ്രണ്ട്ലി അല്ല, പുള്ളി MP ആയിരുന്ന ഒരു മനുഷ്യനാണല്ലോ, അപ്പോൾ അത്ര ഫ്രണ്ട്ലി ഒന്നും അല്ല. ബാക്കി എല്ലാവരും, കാര്യം ഞാൻ ആ ബസ്സിലാണ്, അവരുടെ കൂടെ ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്, ഞാൻ അതിൻ്റെ മീഡിയ ഡയറക്ടറാണ്. അപ്പോൾ ശരി, ഒരുപാട് ആൺകുട്ടികളുടെ ഇടയിൽ നമ്മളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ പക്ഷെ എല്ലാവരും വളരെ സൈലന്റ്, അവനവൻ്റെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ്. അനാവശ്യമായിട്ടുള്ള സംസാരമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് എപ്പോൾ സംസാരിക്കുന്ന വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ആ സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. പക്ഷെ എനിക്ക് കൂടുതൽ റെസ്പെക്റ്റ് ആ കിട്ടുന്നത്, ബിക്കോസ് പ്രശാന്തിന്റെ വൈഫാണെന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയാം. അതുകൊണ്ട് അവർ കാര്യം IPL-ന്റെ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്യായിരുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, സൺറൈസേഴ്സ് എല്ലാം നമ്മൾ പോവുമായിരുന്നു. സോ അവർക്ക് പേഴ്സണലി എന്നെ അറിയാം. സോ എൻ്റെ അടുത്തൊരു എന്നും ഞാൻ പോയി ചോദിച്ചു കഴിഞ്ഞാൽ മുഖത്തടിച്ച പോലത്തെ സംസാരമൊന്നും ആരും പറയാറില്ല. ആർക്കും ഇഷ്ടമല്ല ഈ എന്താ പറയുക വീഡിയോ എടുക്കാനും ഇൻ്റർവ്യൂസിനും ഒന്നും ആർക്കും വയ്യ. നമ്മൾ വലിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടിരുത്തിയാൽ മാത്രമേ ഇരിക്കുകയുള്ളൂ, സംസാരിക്കുകയുള്ളൂ. അത് അതിലേക്ക് കൊണ്ടുവരുന്നത് ഭയങ്കര എഫേർട്ടാണ്. നമ്മുടെ ടീമുണ്ട്, അപ്പോൾ അവരെല്ലാം പോയി ചോദിക്കുമ്പോഴത്തേക്കും പറ്റൂല, ഞാൻ ടയർഡാണെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ചെന്നിട്ട് പ്ലീസ് ഒന്ന് വരുമെന്ന് ചോദിക്കുമ്പോൾ വരും. പ്രശാന്തന്റെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ ചെയ്തത്? ഇപ്പോൾ അദ്ദേഹം നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആലപ്പി റിപ്പിൾസിന്റെ കോച്ചാണ്, ഹെഡ് കോച്ചാണ്. ഓ അടിപൊളി. ഇപ്പൊ എവിടെയുണ്ടോ? കേരളത്തിൽ? നാട്ടിലുണ്ടോ? നാട്ടിലുണ്ട്. അദ്ദേഹം MS-ന്റെ അക്കാഡമി, US അക്കാഡമിയുടെ ഹെഡായിരുന്നു സിയാറ്റിൽ. ഇപ്പൊ നാട്ടിലുണ്ട്. എന്തായാലും താങ്ക് യു ശിവാനി, താങ്ക് യു സോ മച്ച്.